എന്താ പറ്റിയത്? ഈ കേബിൾ കാർ എങ്ങനെ പെട്ടെന്ന് നിന്നത്? ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം കാണും സാറേ. അങ്ങനെയൊന്നും പറയാനാകില്ല. ഡോക്ടർ പ്രേം സായ്, നിങ്ങൾ എത്ര നാളിങ്ങനെ ഒളിച്ചു നടക്കും? താൻ എവിടെ പോയി ഒളിച്ചാലും തന്നെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അങ്ങേക്ക് അദ്ദേഹത്തെ എത്ര നാൾ രക്ഷിക്കാൻ പറ്റും? അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ഒന്നും മിണ്ടാതിരിക്കണോ കഷണ്ടി തലയൻ, എരുമ, ഒന്നിനും കൊള്ളാത്ത വിധി. ബോസ് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ ശരിയാണ്. ഇനി എന്റെ പുതിയ പക്ഷി റോബോട്ട് ആ പ്രേം സഹായിയുടെ റോബോട്ടിനെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ആ റോബോട്ട് ഒടുവിൽ എന്റെ കൈവശമാകും. ബോസേ, ഇതിനോട് എന്തു പറഞ്ഞാലും അത് ചെയ്തു തരുമോ? അതെ അതെ, ഇതിനോട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് ചെയ്തിട്ടേ ഇത് മടങ്ങി വരൂ. ട്രൈ ചെയ്ത് നോക്കുന്നോ? എന്നാ ഞാനൊരു കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ബോസ്. ആ പ്രേം സഹായി എങ്ങാനും എന്റെ കൈ കിട്ടിയാലേ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാമോ? അറ്റാക്ക് അറ്റാക്ക് അറ്റാക്ക്. പിടിക്കടാ, എന്നെ ഒന്നും ചെയ്യല്ലേ. റോബോട്ടിനെ പിടിച്ചോണ്ട് വരാ. എന്റെ തല ഇപ്പൊ പൊളിക്കുമല്ലോ. അയ്യോ, ഇനി എന്ത് സംഭവിക്കുക? എപ്പോഴായി കേബിൾ കാർ റെഡിയാവാ? ഒന്നും പറയാനാകില്ല. എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാലാവസ്ഥ മോശമായത് കാരണം ഹെലികോപ്റ്ററും വിളിക്കാൻ സാധിക്കില്ല. പിന്നെ ആരെങ്കിലും ആ കേബിൾ കാറിന് മുകളിലുള്ള ലിവറെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തിരികെ എത്താൻ സാധിക്കും. ആർക്കെങ്കിലും അതിന് മുകളിൽ കയറാൻ സാധിക്കുമോ? നിങ്ങൾ എന്തായി പറയുന്നത്? ഇവിടെ എല്ലാരും പേടിച്ച് വരണ്ടിരിക്കുക. അപ്പോഴാണോ നിങ്ങൾ ഞങ്ങളോട് കേബിൾ കാർ ഇത് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നത്? അതും അതിന്റെ മുകളിലേക്ക് കയറാൻ? സോറി ടു സേ, അല്ലെങ്കിൽ നാളെ രാവിലെ വരെ നിങ്ങൾ അവിടെ ഇരിക്കേണ്ടി വരും. ചുൾബുൾ, നിനക്ക് അറിയോ ഇന്ന് ഇമ്മിലി എയറോപ്ലെയിനിലാ വരുന്നേ? അതെയോ? എയറോപ്ലെയിനിലോ? കൊള്ളാലോ. പക്ഷെ അവള് എവിടെയാ പോയത്? അവൾ അവളുടെ ഫാമിലിയുടെ കൂടെ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഷിംലയില് പോയതാ. കണ്ടോ, എനിക്ക് ബോൾ ഇവിടെ നിന്ന് കിക്ക് ചെയ്ത് മേളില് വരെ എത്തിക്കാൻ പറ്റും. കണ്ടില്ലേ ചുൾബുൾ? ഇതാണ് ഇത്ര വലിയ കാര്യം. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ബോൾ തിരിച്ചെടുക്കാനായിട്ട് നീ വേണേ മുകളിൽ പോയി നിക്ക്. പോവാം. പക്ഷെ നിനക്ക് അവിടം വരെ ഒന്നും ബോൾ അടിക്കാൻ പറ്റില്ല. ഈ ഫുട്ബോൾ ഇതാരുടെയാ? ഇനി വണ്ടിയുടേതായിരിക്കോ? എന്റെ കള്ളനെന്റെ ഉന്തുവണ്ടി കൊണ്ട് പോകുന്നേ. അതാ എനിക്കും അറിയാത്തത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യുവോ? കള്ളനെ പിടിക്കോ. വണ്ടി അതെനിക്ക് നിക്കണോ? കഴിഞ്ഞോടോ തന്റെ ഓട്ടോ ഒക്കെ? ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഷിംലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് ചെയ്യായിരുന്നു വീർ. ഞങ്ങള് കളിക്കായിരുന്നു അപ്പൂപ്പ. എന്നും നിന്റെ കൂട്ടുകാരി ഇംലി ഇങ്ങോട്ട് വന്നില്ലേ? അവളിപ്പോ പ്ലെയിനിലായിരിക്കും. ഷിംലയിൽ നിന്ന് വന്നോണ്ടിരിക്കുക. അവളുടെ പ്ലെയിന് ലാൻഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. എന്താ? ഷിംലയിൽ നിന്നും വരുന്ന പ്ലെയിൻ പ്രശ്നത്തിലാണല്ലോ. അതിന്റെ വീല് തുറന്നു വരുന്നില്ലത്ര. അതുകൊണ്ട് അതിന് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. കണ്ടില്ലേ, ഇപ്പൊ ന്യൂസിൽ അത് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിപ്പോൾ കിട്ടിയ പുതിയ വാർത്ത, ഷിംലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിന് മുൻപിലത്തെ വീലുകൾ തുറക്കുന്നില്ല. ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ട് വീർ ജിണ്ടുവിനെ വിളിക്കുന്നതാ നല്ലത്. കൂട്ടുകാർക്ക് നമസ്കാരം, ശത്രുക്കൾക്ക് പ്രണാമം. എന്തു പറഞ്ഞാലും ചെയ്യും ഞാൻ. ജണ്ടു എന്നാണ് എന്റെ പേര്. വേഗം എന്നെയും ചുൾബുളിനെയും എയർപോർട്ടിൽ എത്തിക്കേ.
നീ ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ഇത് ഏത് എയർപോർട്ടാ? നിങ്ങളല്ലേ പറഞ്ഞ എയർപോർട്ടിൽ കൊണ്ടുവരാൻ? അതുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ കൊണ്ടുവന്നു. ഏത് എയർപോർട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. എല്ലാവരും ഒരുമിച്ച് ചെന്ന് അവനെ ആക്രമിക്കടാ. ഇനി ഞാൻ തന്നെ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവും. ചേട്ടാ, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. എനിക്ക് നിങ്ങളോട് വഴക്കിടാൻ താല്പര്യമില്ല. ആ ജ്വല്ലറി ബോക്സ് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാ ചോദിക്കുന്നേ. പക്ഷേ ഞാൻ ഈ പെട്ടി ഒരിക്കലും തിരിച്ചു തരാൻ പോകുന്നില്ല. നീ എന്നോട് ഏറ്റുമുട്ടി എന്നെ തോൽപ്പിച്ചാൽ മാത്രമേ തരുള്ളൂ. ആക്രമിക്കോ. വളരെ നന്നായിട്ടുണ്ട്. ഓക്കേ, ലെറ്റ് us fight. അയ്യോ, മതി മതി. നീ ജയിച്ചോ, ഞാൻ തോറ്റു. ഇന്നായി പെട്ടി നീ കൊണ്ടുവയ്ക്കോ. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ. നമുക്കെല്ലാവർക്കും സുഹൃത്തുക്കളെ പോലെ അവിടെ കഴിയാം. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നേ? നീ ഒരു നല്ല മനുഷ്യൻ മാത്രമല്ല, ധൈര്യശാലിയും കൂടിയാണ്. ഞാൻ പോട്ടെ, നമുക്ക് പിന്നെ കാണാം. പോലീസ്! പോലീസ്! താങ്ക് യു വീർ. ഇത് നിനക്ക് എങ്ങനെയാ കിട്ടിയത്? അതാ കുരങ്ങന്മാർ അവിടെ എവിടെങ്കിലും കളഞ്ഞ് ഓടിപ്പോയിട്ടുണ്ടാവും. അത് വീറിന് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അതെ ആന്റി, അങ്ങനെയാ ബോക്സ് കിട്ടിയേ. ഇത് വണ്ടിയുടെ ശബ്ദമാണല്ലോ. വണ്ടിയല്ലേ? ഇവനെ തള്ളരുത്. സോറി വണ്ടി, സോറി. ഞാൻ എത്ര നേരമായി നിങ്ങളോട് പറയുന്നു ഞാൻ കള്ളനല്ലെന്ന്. നിങ്ങൾ അത് കേൾക്കുന്ന പോലുമില്ല. ഭൂതമാണ് ഇതൊക്കെ ചെയ്തത്. ഭൂതമാണ് മോഷണം നടത്തുന്നത്. സോറി ബണ്ടി. എടാ നിക്കടാ ഇവിടെ. ഇവനിത് എന്താ പറ്റിയത്? ബൈക്കിനെയാണോ ഇവൻ ഓടി തോപ്പിക്കാൻ ശ്രമിക്കുന്നത്? പക്ഷേ നീ എങ്ങനെ ഓടി തോപ്പിക്കുമെന്നാ? മനുഷ്യന്മാരെ കൊണ്ടൊന്നും അത് സാധിക്കില്ല. ഞാൻ മനുഷ്യനാണോ അല്ലേ എന്നൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എടാ മോനെ, നീ എത്ര സ്പീഡിൽ ഓടി വന്നാലും എന്നെ പിടിക്കാൻ ആവില്ലെന്നേ. അത് മനസ്സിലാക്ക്. നീ വെറുതെ കിടന്ന് ഓടണ്ട. എന്നെ പിടിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിക്കുന്നത് പോലെയാ. അതിനൊരിക്കലും കഴിയില്ല. ആർക്കും കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ്
അല്ല മോനെ, പക്ഷേ നീ ആരാണ്? എന്നെ കാണാൻ ചെറിയൊരു കുട്ടിയാണെങ്കിലും എന്റെ പേര് വീറെന്നാ. ജിന്റു, ഇവന് കൊറേ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവന്റെ ഓർമ്മകളൊക്കെ മായ്ച്ചു കളാം. അകടം പകടം ആലം ഫാലം, നിന്റെ ഓർമ്മ നശിച്ചു പോട്ടെ. ഇനി നീ കോഴിയെ പോലെ സംസാരിക്കൂ, ഓർമ്മയിലൊന്നും ഉണ്ടാവില്ല. കുക്കരക്കോ കുക്കരക്കോ കുക്കരക്കോ. സർ, ഇതാണ് ആ കള്ളൻ. ഇയാള് മോഷ്ടിച്ച എല്ലാ സാധനങ്ങളും ഇയാളുടെ അടുത്തുണ്ട്. പിടിച്ചോളൂ. രാമു, നീയോ? നീയായിരുന്നു മോഷ്ടാവ്? വിശ്വസിക്കാനാവുന്നില്ല. കുക്കരക്കോ കുക്കരക്കോ കുക്കരക്കോ. കൊള്ളാം വീർ, നീ ഇപ്പോൾ ഒരു വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം മോനെ. സർ, നമ്മള് മനസ്സുറപ്പിച്ച ഒരു കാര്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും പോസിബിൾ ആവും.